Marian Retreat, a retreat for the differently abled. അമ്മേ മാതാവേ, അങ്ങ് എപ്പോഴും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവഹിതം നിറവേറ്റുന്നതിൽ തൽപരയായിരുന്നല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവഹിതം അന്വേഷിക്കുവാനും അത് പൂർത്തിയാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു പോയ നിമിഷങ്ങളെക്കുറിച്ച് മാപ്പപേക്ഷിക്കുന്നു. അവിടുത്തെ തിരുക്കുമാരൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ നയിക്കണമേ. വഴിതെറ്റുമ്പോൾ നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ കൈപ്പിടിച്ച് നടത്തണമേ. ഇന്ന് നമ്മുടെ വചനം പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ആയിരിക്കുന്നത് സിസ്റ്റർ മരിയ പ്രെറ്റി, ഡോട്ടേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് ഡിവൈൻ ലവ് എന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. സിസ്റ്ററിനെയും സിസ്റ്ററിൻ്റെ എല്ലാ ശുശ്രൂഷാ രംഗങ്ങളെയും അമ്മയുടെ വിമല ഹൃദയം വഴി തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സിസ്റ്ററിൻ്റെ വചസ്സുകൾക്കായി നമുക്ക് കാതോർക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, ഒക്ടോബർ മാസം നമ്മൾ പരിശുദ്ധ അമ്മയ്ക്കായി പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു മാസമാണ്. ഈ ഒരു മാസം നിങ്ങളോടൊപ്പം ആയിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുവാനും ഒരുമിച്ച് വിചിന്തനം ചെയ്യാനും ഒരവസരം ലഭിച്ചിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ അതിനാദ്യമേ തന്നെ ഈശോയോടും പരിശുദ്ധ അമ്മയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തിലെ അംഗമാണ്. ദൈവിക സ്നേഹമാതാവിൻ്റെ മക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഞാൻ. അപ്പം ഞങ്ങളുടെ സഭയുടെ ക്യാരിസം എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുക, സ്നേഹിപ്പിക്കുക, അറിയുക, അറിയിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങളോട് പരിശുദ്ധ അമ്മയെ കുറിച്ച് പങ്കുവയ്ക്കാനായിട്ട് ഒരു അവസരം ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു. കാരണം പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതായത് പരിശുദ്ധ അമ്മ തന്നെ വ്യത്യസ്തമായ പേരുകളിൽ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. ലൂർദ് മാതാവ്, ഫാത്തിമ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, അങ്ങനെ പല പേരിൽ മാതാവ് അറിയപ്പെടുന്നുണ്ട്, പരിശുദ്ധ അമ്മ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജപമാലയുടെ അവസാനം ചൊല്ലുന്ന ലുത്തിനിയയിലും നമ്മൾ പരിശുദ്ധമ്മയ്ക്ക് വ്യത്യസ്തമായ പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു പേരെന്ന് പറയുന്നത് വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊരു ജപം നമ്മൾ ചൊല്ലുന്നുണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വാസം വളരെയധികമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരാണ്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരാണ്, ജപമാല ചൊല്ലുന്നവരൊക്കെയാണ്. പക്ഷെ പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിന്റെ എത്രയധികം അതിനെ അനുകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നീ ഒരു മാസം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പൊ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെ കുറിച്ച് പറയാനായിട്ട് ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു വാചകം എന്ന് പറയുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കല്യാൺ ജുവല്ലേഴ്സിന്റെ പരസ്യത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷൻ വേർഡ് ഉണ്ടായിരുന്നു, വിശ്വാസം അതല്ലേ എല്ലാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ള ഒന്നാണ്. നമ്മുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരു പക്ഷേ അർത്ഥം ഉണ്ടാവണമെന്നില്ല. നമുക്ക് ദൈവത്തിലും അതുപോലെ നമ്മിൽ തന്നെ നമുക്ക് വിശ്വാസം വേണം, നമ്മുടെ സഹോദരങ്ങളിൽ നമുക്ക് വിശ്വാസം വേണം. പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസം അതല്ലേ എല്ലാം എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ വേർഡ് അമ്മയുടെ ജീവിതം വെച്ച് നോക്കുമ്പോഴും 100% ശരിയായിട്ട് നമുക്ക് തോന്നും. കാരണം തൻ്റെ ജീവിതത്തിൽ സഹനങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിൽ പോലും തൻ്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ അതിൽ മുറുകെ പിടിച്ചു നിന്നവളാണ് പരിശുദ്ധ അമ്മ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയുള്ള യാത്രയിലെ വേദനയുടെ നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും പതറാതെ എല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ദൈവത്തോടുള്ള ഉത്തമ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. നമുക്കറിയാം, യഹൂദ നിയമപ്രകാരം അന്നത്തെ കാലത്ത് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കന്യക ഗർഭിണിയാവുകയാണെങ്കിലും കല്ലെറിഞ്ഞു കൊല്ലുക എന്നൊരു നിയമമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഗബ്രിയേൽ മാലാഖയുടെ വചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്റെ അമ്മയാകാനായി ഇതാ കർത്താവിന്റെ ദാസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും.
പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ആ സമയത്ത് ദൈവത്തോട് ചോദിക്കാമായിരുന്നു, ഇതെങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ മാതാവ് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നൊക്കെ. മാതാവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എനിക്ക് സാധിക്കില്ല, കാരണം ഇങ്ങനൊരു നിയമം ഉള്ളത് കൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് പറയാമായിരുന്നു വേണമെങ്കിൽ. പക്ഷെ പരിശുദ്ധ അമ്മ അതിനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാതെ തന്നെ പൂർണ്ണമായും ദൈവഹിതത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. അത് ദൈവത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ഉത്തമ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. തനിക്ക് വരാൻ പോകുന്ന ആപത്തുകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ട് തന്നെ സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ ഒരു വിശ്വാസത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു ബൈബിൾ വാക്യം, നമ്മൾ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നൊരു വചനമുണ്ട്. എൻ്റെ പിതാവിന്റെ ഇഷ്ടം അനുസരിക്കുകയും അല്ലെങ്കിൽ എൻ്റെ പിതാവിന്റെ ഇഷ്ടം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനാണെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതുപോലെ പാറമേൽ പണിത ഒരു ഭവനത്തിന് തുല്യമായിരുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ തന്റെ സ്വന്തം പുത്രന്റെ മരണം, അദാരുണമായ മരണം മുന്നിൽ കാണേണ്ട അവസരം വന്നപ്പോൾ പോലും പരിശുദ്ധ അമ്മ തളരാതെ പിടിച്ചു നിന്നത് ഈ പാറ പോയ ഉറച്ച വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഈശോ പറയുന്ന ദൈവഗീതം അനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ പണിത ഭവനം അല്ലെങ്കിൽ പാറമേൽ ഭവനം പണിയുന്നവന് തുല്യനാണെന്ന് പറഞ്ഞ ഈ വചനം പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായിട്ട് വളരെയധികം യോജിച്ചു പോകുന്ന ഒന്നാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം വെച്ച് നോക്കുമ്പോൾ നമുക്കും ഇതുപോലെ പാറ പോലെ ഉറച്ചൊരു വിശ്വാസം ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാനായിലെ കല്യാണത്തിന്റെ അവസരം. ആ അവസരത്തിൽ വീഞ്ഞു പോയി തീർന്ന അവസരത്തിൽ ഈശോയുടെ മാതാവ് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന്. അതിന് തിരികെ ഈശോ മാതാവിനോട് പറയുന്ന മറുപടി, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ മാതാവിന് കൊടുക്കുന്ന മറുപടി. പക്ഷെ മാതാവ് അത് വകവെക്കാതെ പരിചാരികളോട് പറയുന്നുണ്ട് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിനെന്ന് മാതാവ് പറയണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു തന്റെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് ലൂക്കായുടെ സുവിശേഷത്തിലെ പാറ പോലെ ഒരു ഉറച്ച വിശ്വാസമായിരുന്നു പരിശുദ്ധ അമ്മയുടേത്. മാനുഷികമായ രീതിയിൽ പരിശുദ്ധ അമ്മയ്ക്കാണെങ്കിൽ അവിടെ ചിന്തിക്കാമായിരുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ച ഈശോ തന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ തന്റെ അപേക്ഷ കേൾക്കുമോ എന്ന് മാതാവിന് വേണമെങ്കിൽ പക്ഷെ മാനുഷികമായ രീതിയിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും അല്ലെങ്കിൽ തന്റെ പുത്രൻ കേൾക്കും എന്ന് ആ ഒരു ഉറച്ച ബോധ്യം മാതാവിന് അല്ലെങ്കിൽ ഉറച്ച വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അവരോട് പറയാനായിട്ട് സാധിച്ചത്. നമ്മുടെയൊക്കെ ജീവിതം വെച്ച് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഇതുപോലെ ഉറച്ചൊരു വിശ്വാസം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു മുഖം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയുടേതാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ഒരു സഭ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം ഒരു പക്ഷേ എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തില് ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് പകർന്നു വിശ്വാസം പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമായിരിക്കാം ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ സഭ തിരഞ്ഞെടുക്കാനായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിച്ചത്. കാരണം എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിരാവിലെ ഉണർന്ന് അടുക്കളയിൽ ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ആ അടുപ്പിന് കീഴെ വിറകുന്തി തീ കത്തിച്ചിട്ട് അതിന് അടുപ്പിൻ്റെ അടുത്ത് ജപമാല ചൊല്ലിയിരിക്കുന്ന എൻ്റെ അമ്മയെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ ഇങ്ങനെ അടുപ്പിൻ്റെ അടുത്ത് മിണ്ടാതെ ഇരിക്കുന്നത് കാണാം. പെട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾ സാധാരണ വിചാരിക്കാറ് അമ്മ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അന്ന് എന്തൊക്കെ ഉണ്ടാക്കണം, എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുകയായിരിക്കുന്നതാണ്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോഴാണ് കാണുക അമ്മയുടെ കയ്യിലൊരു ജപമാല ഉണ്ടായിരിക്കും. ആ കിട്ടുന്ന സമയത്തിൻ്റെ ഉള്ളിൽ സാധിക്കുന്ന അത്രയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ വേദനയുടെ നിമിഷങ്ങൾ വരുമ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് നിൽക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു എനിക്കൊരു അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പേടി തോന്നുന്നൊരു കാര്യമാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ആ സമയങ്ങളിൽ ഓപ്പറേഷന് കയറുന്ന സമയം വരെ എൻ്റെ കയ്യിൽ ഒരു അമ്മ ചെല്ലാനായിട്ടൊരു കുഞ്ഞി 10 മണി കൊന്ത തന്നിട്ടുണ്ടായിരുന്നു. അത് ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയത്. അവിടേക്ക് കടക്കുന്നത് വരെ എൻ്റെ കയ്യിൽ ആ കൊന്ത ഞാൻ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യത്തിന്. അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല കൂടിയുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും പേടിക്കാനില്ല, അല്ലെങ്കിൽ അമ്മയുടെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്നൊരു ബോധ്യം എനിക്ക് പകർന്നു തന്നത് എൻ്റെ അമ്മയാണ്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാതാപിതാക്കൾക്കും ഇങ്ങനെ ഒരു മാതാവിനോട് ചേർന്ന് നിൽക്കാൻ, അല്ലെങ്കിൽ മാതാവിനെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ളൊരു കൃപ, അല്ലെങ്കിൽ അത്തരം ഒരു ചിന്ത തൻ്റെ മക്കൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയെ കൈപിടിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട, അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ആപത്തും വരില്ല. നമ്മുടെ വേദനയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. കാരണം തൻ്റെ പുത്രന്റെ സഹനങ്ങളെ ഏറ്റവും അടുത്ത് കണ്ട് തൻ്റെ പുത്രന് ആശ്വാസം പകർന്ന പരിശുദ്ധ അമ്മയ്ക്ക് മക്കളായ നമ്മുടെ വേദനകൾ മറ്റാരേക്കാളും കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു വിശ്വാസം നമുക്കും എന്നും ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഭാഗത്തും നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെ കുറിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തെ വിളിച്ചോതുന്ന പല വാക്കുകൾ, വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പരിശുദ്ധ അമ്മ തന്റെ ഈശോയുടെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് ഈശോയെ കാണാനായിട്ട് വരുന്ന സമയത്ത് ഒരു വ്യക്തി ചെന്നിട്ട് ഈശോയോട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ നിന്റെ അമ്മയും സഹോദരൻ പുറത്തു നിൽക്കുന്നു എന്ന്. അപ്പോൾ ഈശോ ചോദിച്ച ഒരു വാചകമുണ്ട്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരരെന്ന്. പക്ഷെ അവിടെ ഈശോ തന്റെ മാതാവിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ മാതാവിനെ അപമാനിക്കുകയോ മാതാവിന് സങ്കടം വരുന്ന രീതിയിൽ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്. തന്റെ അമ്മ ആരാണ്, പരിശുദ്ധ അമ്മ എങ്ങനെയുള്ള വ്യക്തിയാണെന്നുള്ളൊരു സൂചനയാണ് ഈശോ നമുക്ക് തരുന്നത്. അവിടെ ഈശോ പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരും അവനാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്ന്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ സ്വർഗപിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റിയവളാണ് എന്ന് ഈശോ തന്നെ ഈ ഒരു വചനത്തിൽ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലൂക്കായുടെ സുവിശേഷത്തില് മംഗളവാർത്തയില്, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടത്തിന് സ്വയം സമർപ്പിച്ച ഒരു വ്യക്തി. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഈ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വചനം ഈ മാതാവിനെ സംബന്ധിച്ച് വളരെ അർത്ഥവത്തായ ഒന്നാണ്. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനത്തിന്റെ നിമിഷങ്ങൾ വന്നപ്പോഴും പരാതി പറയാതെ അതെല്ലാം മൗനമായി സ്വീകരിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിക്കാനും പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത്. ജപമാല ചൊല്ലുമ്പോൾ ജപമാലയിൽ സന്തോഷത്തിന്റെ രഹസ്യം മുതൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ മാതാവിന്റെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ ദൈവത്തോട് പരാതി പറയുകയോ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിക്കുകയോ ചെയ്യാതെ എല്ലാം സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ എന്തുമാത്രം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ ഈ സഹനത്തിന്, പരിശുദ്ധ അമ്മയുടെ ഈ ഉറച്ച വിശ്വാസത്തിന് ദൈവം നൽകിയ ഒരു പ്രതിനന്ദി അല്ലെങ്കിൽ ഒരു പ്രതിസമ്മാനമാണ് നമ്മൾ കാണുന്നത്. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യത്തിലെ സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി 12 നക്ഷത്രങ്ങൾ കൊണ്ട് കിരീടം ചാർത്തിയ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. മഹത്വത്തിന്റെ രഹസ്യങ്ങളിൽ 5-ാം രഹസ്യം നമ്മൾ ധ്യാനിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി തന്റെ പുത്രനാൽ മുടിധരിക്കപ്പെട്ട പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ദൈവഹിതം അനുസരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഒരു മഹനീയമായ സ്ഥാനം ദൈവം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നടക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ രോഗത്തിന്റെ നിമിഷങ്ങളിലും അല്ലെങ്കിൽ വേദനയുടെ നിമിഷങ്ങളിലും എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട്
അത് ദൈവത്തിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിയ സമയങ്ങളിലൊക്കെ സന്തോഷത്തെക്കാൾ ഉപരിയായിട്ട് സഹനങ്ങൾ ഏറ്റെടുത്തൊരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് കാണാൻ സാധിക്കും, ദൈവപുത്രന് ജന്മം നൽകാൻ സ്വയം സമർപ്പിച്ചിട്ട് ആ പുത്രന് ജന്മം നൽകാൻ മാതാവിന് സ്ഥലം ലഭിക്കുക വെറും ഒരു കാലിത്തൊഴുത്തിലാണ്. പിന്നീട് ഉണ്ണീശു ജനിച്ച് അധികമാകുന്നതിന് മുമ്പ് തന്നെ ഹെറോദോസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ണിയും കൊണ്ട് രാത്രി പലായനം ചെയ്യേണ്ടി വരുന്ന പരിശുദ്ധ അമ്മയെ നാം കാണുന്നുണ്ട്. ശിമിയോന്റെ ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ഈശോയെ കുറിച്ച് ഒരുപാട് പ്രവചനങ്ങൾ നടത്തിയ ശിമിയോൻ അവസാനം പറയുന്നൊരു വാചകമുണ്ട്, ഒരു വാള് നിന്റെ ഹൃദയത്തെ ഭേദിക്കുമെന്നത്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സഹനത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ സ്വീകരിക്കാൻ പോകുന്ന വേദനയാണ് ശിമിയോൻ എന്ന പ്രവാചകൻ അവിടെ പറയുക. അവിടെയും പരിശുദ്ധ അമ്മ അത് എന്താണ്, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട്. ഈശോയെ 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതാകുന്ന സമയത്ത് ഈശോ മാതാവിനോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതല്ലേ എന്ന് ഈശോ ചോദിക്കുമ്പോൾ അതും തിരിച്ചു ചോദിക്കാതെ എല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക. ഇതെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ ഉത്തമ വിശ്വാസത്തിന്റെ ഉദാഹരണമാണ്. പാറ പോലെ ഉറച്ചൊരു വിശ്വാസം, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്ന, അല്ലെങ്കിൽ ആ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നവനാണ് എൻ്റെ അമ്മ എന്ന് ഈശോ തന്നെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രയും ഉറച്ച ഒരു വിശ്വാസമാണ് പരിശുദ്ധ അമ്മയുടേത്. ആ ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്കറിയാം, ഒരു കുട്ടിയെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ, ആ കുട്ടിയുടെ ജീവിതത്തിൽ അവന്റെ മാതാപിതാക്കളിൽ നിന്ന് സ്വീകരിച്ച ഗുണങ്ങൾ അവരിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ആ അമ്മയുടെ ഗുണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അമ്മയെ അനുകരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. എൻ്റെ ഓർമ്മയിൽ വരുന്ന മറ്റൊരു ചിന്ത, 2 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഞാൻ എൻ്റെ നിത്യബദ്ധ വാഗ്ദാനത്തിനൊരുക്കമായിട്ടുള്ള ധ്യാനം കൂടാനായിട്ട് പാലായില് മുണ്ടൂര് സീന എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തിലാണ് ധ്യാനത്തിനായിട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ, നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം എൻ്റെ മനസ്സിൽ ഒരുപാട് എന്താ പറയാ, ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊരിക്കലും നമ്മുടെ മനസ്സിന് ഒരുപാട് സ്പർശിച്ച, എൻ്റെ മനസ്സിന് ഒരുപാട് സ്പർശിച്ച ഒരു ചിന്തയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. നമുക്കറിയാം, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ ആ ധ്യാനത്തില് കൗൺസിലിന്റെ സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സന്ദേശം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഇതാണ്: ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മാതാവിന്റെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. പക്ഷെ ആ ജപമാല അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ജപമാല ചൊല്ലിക്കഴിയുമ്പോഴും പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൈമ പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് നമ്മളെ നടത്തുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. ജപമാല ചൊല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ജപമാല ആരംഭിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് നടക്കുക. ആ ജപമാല ചൊല്ലി നമ്മൾ അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് വലിയൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാനില്ല. കാരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ ആ കുഞ്ഞിന്റെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഒന്നും പേടിക്കാനില്ല. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും, എന്തൊക്കെ സഹനങ്ങൾ വന്നാലും തൻ്റെ അമ്മ തന്നെ സഹായിക്കുമെന്ന ബോധ്യം ആ കുട്ടിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമുക്കൊരിക്കലും പതറേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസം മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഒരു കുഞ്ഞ് എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ ജപമാലയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മ തന്നെ പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ തന്നെയാണ് ജപമാല കൊടുത്തുകൊണ്ട് ഈ ജപമാല ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ആ വിശുദ്ധ ഡൊമിനിക്കിനെ ഏൽപ്പിക്കുന്നത്. അപ്പൊ അത്രയും പരിശുദ്ധ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല എന്ന് പറയുന്നത്.
അപ്പോൾ ആ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് അമ്മയെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഈ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് പല നിറത്തിലുള്ള റോസാപ്പൂക്കൾ കൊണ്ടുണ്ടാക്കിയ കിരീടം സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം റോസാ പുഷ്പങ്ങളുടെ മാതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്കറിയാം പല ചിത്രങ്ങളിലും പരിശുദ്ധ അമ്മയുടെ കാൽ കീഴിൽ റോസാപ്പൂക്കൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് റോസാപ്പൂക്കളായിട്ട് ഈ ജപമാല ചൊല്ലി സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനത്തിന്റെ നിമിഷങ്ങളിൽ ആ പരിശുദ്ധ അമ്മ ഉറച്ചു നിന്നതുപോലെ തന്റെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതുപോലെ നമുക്കും ജീവിക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സ്ത്രീഹന്മാർ വിളിച്ചുകൂട്ടി സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിന്റെ വരവിനായിട്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. പേടിച്ചിരുന്ന ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവിന്റെ വരവിനായിട്ട് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ തന്റെ ആ ഉറച്ച വിശ്വാസം ശിഷ്യർക്ക് ഒന്നുകൂടെ പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ പരിശുദ്ധ അമ്മയുടെ ആ ഉറച്ച വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ പോലെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കാനായിട്ട് നമുക്കും സാധിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഉറച്ച വിശ്വാസം നമുക്കും സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വന്തമാക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വേദനയുടെ നിമിഷങ്ങളിൽ സഹനങ്ങൾ വരുമ്പോൾ ഒരിക്കലും പരാതി പറയാതെ അതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ വീണ്ടും ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തിനും ഏതിനും ദൈവഹിതത്തിന് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം സമർപ്പിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദൈവഹിതത്തിന് കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിനെന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുമ്പോൾ അതിനെ മറുതലിക്കാതെ പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ആ ഉറച്ച വിശ്വാസം, പാറ പോലെ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയെ കുറിച്ച് ജപമാല നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് വിശ്വസ്തയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ പരിശുദ്ധ അമ്മയെ പോലെ വിശ്വാസത്തിന്റെ ഉറച്ചവരായിട്ട് വിശ്വാസം നിറഞ്ഞു തുളുമ്പുന്നവരായിട്ട് നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിന്റെ മേലും ഉണ്ടാകട്ടെ എന്ന് ഈ ജപമാല മാസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം പരിശുദ്ധ ജപമാല എന്ന് പറയുന്നത് പിശാചിന് ഏറ്റവും ഭീതിയുള്ള അല്ലെങ്കിൽ പിശാചിന് ഏറ്റവും ഭയം തോന്നുന്ന ഒരു ആയുധമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ ആ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു ബോധ്യത്തിൽ നമുക്ക് വളരാനായിട്ട് സാധിക്കണം. കാരണം നമുക്ക് അത്രയും ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്ര സഹനങ്ങൾ വന്നാലും നാം ഒരിക്കലും അടിപതറാതെ നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയെ പോലെ ഉറച്ച വിശ്വാസമുള്ളവരായിട്ട് ദൈവഹിതത്തിൽ മനസ്സിലാക്കി ദൈവഹിതം അനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഈശോയുടെ നല്ല സഹോദരങ്ങളായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മാധ്യസ്ഥവും നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ശരണം ഗമിപ്പൂ നിൻ തൃപാദത്തിൽ, കരുണതൻ നിറകുടമാകുമമ്മേ. ശരണം ഗമിപ്പൂ നിൻ തൃപാദത്തിൽ,
കരുണതൻ നിറകുടമാകുമമ്മേ. കനിവോടെ ഇവരെ നീ കാക്കണമേ. കന്യകമാരുടെ റാണി നീയേ. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തനയരല്ലോ. നെടുവീർപ്പും കണ്ണീരും കൈമുതലായി അലയുമീ പാപികൾ തനയരല്ലോ. അതിരില്ല നിന്ദയ വായ്പിലിതാ അഭയത്തിനണയുന്നു സാധുശീല. എത്രയും ദയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിൻ ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.